Good morning, sir. Yes, Kira, good morning. Good morning. Okay, Hina, let us start. Okay, sir. Okay, let us start. നമ്മുടെ സ്ഥിരക്കാരല്ലാത്ത ആളുകൾ വന്ന് എത്തി നോക്കി പോവുകയാണ് അല്ലേ ഹീന? യെസ്, നോ പ്രോബ്ലം, ഐ ഹാവ് നോ പ്രോബ്ലം. യെസ്, ഇന്ന് നിങ്ങൾ ടീച്ചർക്ക് ചില ടെക്നിക്കലായിട്ടുള്ളൊരു ആവശ്യം വന്നത് അങ്ങോട്ട് കിടക്കുന്നു മാറേണ്ടി വന്നതാണ്. യെസ്, ആരിക്കലും വയ്യ, ഇതിലും മിസ്സിനൊക്കെ വയ്യാന്ന് തോന്നുന്നു. കോൾഡ് ഒക്കെ എന്നെല്ലാം പറഞ്ഞു. ഇന്നലെ ഏതോ മിസ് ആദര മിസ് ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നെല്ലാം പറഞ്ഞു. യെസ്, ഓക്കെ യെസ്, ഓക്കെ. അപ്പൊ ലെറ്റ് us start. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വിവിധങ്ങളായിട്ടുള്ള പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച്. നൈസി, ഗുഡ് മോർണിംഗ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത വേറൊരു മോഡലുകളെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് എഴുതി, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതി, പിന്നെ വെർബിന്റെ കൂടെ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇനി അത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബിന്റെ കൂടെ വാസ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതുന്നു. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ്. ഇന്ന് നമുക്ക് അടുത്തൊരു ടെക്സ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഞാൻ വേറൊരു സെന്റൻസ് പറയുകയാണ്. സെന്റൻസ് ഇതാണ്: ഐ വിൽ ഡ്രിങ്ക് ടീ. വാചകം ഇതാണ്: ഐ വിൽ ഡ്രിങ്ക് ടീ. യെസ്, ഐ വിൽ ഡ്രിങ്ക് ടീ. ഐ വിൽ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഐ വിൽ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏത് ടെൻസ് ആണത് പറയാൻ ആർക്കെങ്കിലും? അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, അതിന്റെ പ്രസന്റ് ടെൻസ്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഐ വിൽ ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് ഉണ്ടായി, വിൽ അല്ലെങ്കിൽ ഷാലിന്റെ വില്ലുണ്ട്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് അത് വെർബ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഗിവൺ സെന്റൻസ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. അതിന്റെ പാസീവ് വോയിസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിവൺ സെന്റൻസ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമ്മൾ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഹി എന്നുള്ളത് ഹിം ആവും, ഷീ എന്നുള്ളത് ഹെയർ ആവും, ഐ എന്നുള്ളത് മീ ആവും, യു എന്നുള്ളത് യു തന്നെയാവും, ദേ എന്നുള്ളത് ദെം ആവും. അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം. അത് എല്ലാത്തിലും കോമൺ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് പറയാം, ആദ്യം ഒബ്ജക്റ്റ് എഴുതി, പിന്നെ വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതി, പിന്നെ ബി എഴുതി, ബി, പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ എങ്ങനെയാണത്? ഒബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ്
verb plus ing. Okay, here correct. Tea will be drunk by me. Yes, will or shall plus be plus verb plus ing. Okay. Correct. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ് എന്നുള്ളത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പാസീവ് വോയിസ്. ഓക്കെ. ഓക്കെ പറയാം. ഓക്കെ ശ്രുതി, ആദ്യം ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഓബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഞാൻ വേറൊരു വാചകം പറയാം. സംബഡി will buy BUY. Somebody will buy this car. Okay, Nimitos, good morning. Somebody will buy this car very soon. Srilashmi, good morning. Somebody will buy this car very soon. Okay, ഈ സെന്റൻസിന്റെ പാസീവ് വോയിസിൽ വില്ലുണ്ട്, ബൈ വാങ്ങുക, അപ്പൊ സെന്റൻസ് ഓഫ് ദ വെർബാണ്. യെസ്, somebody will buy this car very soon. Okay, Hira. Good morning, sir. Okay, Kunju. യെസ്, അപ്പൊ ഞാൻ എന്റെ ആൻസർ ഞാൻ പറയാം. നിങ്ങൾ എഴുതിയേക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെയാണെന്ന് നോക്കാം. സംബഡി വിൽ ബൈ ദിസ് കാർ. ആരെങ്കിലും വളരെ പെട്ടെന്ന് ഈ കാർ വാങ്ങും. എന്ത് വാങ്ങും? ദിസ് കാർ, ഈ കാർ. അപ്പൊ ദിസ് കാർ ആണ് ഓബ്ജക്റ്റ്. ദിസ് കാർ വിൽ ബി, ഓക്കെ, bought. Buy എന്നുള്ളൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് bought. Will be bought very soon by somebody. This car will be bought very soon by somebody. Okay, so the correct. Next one. They will visit us. VISIT. They will visit us after a week. WEEK, week. After a week. They will visit us after a week. Okay. ഒരാഴ്ചയ്ക്ക് ശേഷം അവർ ഞങ്ങളെ സന്ദർശിക്കും. Yes, Ashini, good morning. Okay. ആ ബൈ എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി ഹീര. ഓക്കെ.
Okay, Sudhi. Okay, Nancy, buy them last പറയാം. കാരണം ബൈ ദം തുടങ്ങി വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. അതാണ് ഇവിടെ ബൈ ദം തുടങ്ങി ഉപേക്ഷിക്കുമ്പോൾ ആ വീക്കൊക്കെ എൻ്റെ പെട്ടു. യെസ്, അതിന്റെ ആൻസർ ഞാൻ പറയാം. They will visit us after a week. ആരെ സന്ദർശിക്കും? ഞങ്ങളെ. എന്ത് സന്ദർശിക്കുന്നതിനൊരു ആൻസർ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക ആരെ? ഞങ്ങളെ. അപ്പൊ അസ് ആണ് ഒബ്ജക്റ്റ്. അസ് ഉള്ളത് നമ്മളൊന്ന് മാറ്റുമ്പോ വി നടത്താം. വി ഷാൽ ബി അല്ലെങ്കിൽ വി വിൽ ബി വിസിറ്റഡ് after a week by them. അടുത്തത് someone SOME someone will sing SING will sing a song 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 after a few FUW a few minutes MINUTES. I will repeat. Someone will sing a song after a few minutes MINUTES minutes. Okay, I will go actually. Okay, Sudhi, correct. Okay, Hira. Okay, Nancy. Okay, Gunju. Okay, Ashley. Correct answer. A song will be sung 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 after a few minutes by someone. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓക്കെ നിമ്മി പറഞ്ഞത് വളരെ എളുപ്പമായിട്ടുള്ള വാചകങ്ങളാണ് പറഞ്ഞത്. ബുദ്ധിമുട്ടില്ല, എന്നാലും ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട വാചകങ്ങൾ ഒന്നെണ്ണം കൂടി ഞാൻ പറയാം. എന്നിട്ടല്ലേ ചോദ്യം ഇതാണ്. Will anyone help me HELP help me tomorrow? Will anyone help me tomorrow? A question mark. Yes, very good. Will anyone help me tomorrow? Question mark. ഒരു വാക്ക് ആശയം വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ സുധി.
ഓക്കെ ഹീര നിമ്മി അതിൻ്റെ അകത്ത് ഐ എന്ന് പറഞ്ഞ പേര് വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ ചേർക്കണം. ഒബ്ജക്റ്റ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ കുഞ്ഞു. ഓക്കെ അശ്വിനി. ടൈപ്പ് ചെയ്തപ്പോ ഇടാൻ മറന്നുപോയതാ സാറേ. നോ പ്രോബ്ലം. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാണ് അയച്ചത്. വിൽ അല്ലെങ്കിൽ ഷാൽ ഐ ബി ഹെൽപ്ഡ് ടുമാറോ. ഷാൽ ഐ ബി ഹെൽപ്ഡ് ടുമാറോ അല്ലെങ്കിൽ വിൽ ഐ ബി ഹെൽപ്ഡ് ടുമാറോ. ഞാൻ ചെറിയൊരു മാറ്റം വീണ്ടും വരുത്തിയിരുന്നു. ഓക്കെ നൈസ്ലി കറക്റ്റ്. നോബഡി അടുത്ത സെൻസ് നോബഡി will help me tomorrow. Nobody will help me tomorrow. Nobody will help me tomorrow. നാളെ ആരും എന്നെ സഹായിക്കില്ല. Okay. Hira, very good. Okay, Nancy. By tomorrow വരില്ല. ഓക്കെ. ഓക്കെ സുധി. ഇത് രണ്ട് രീതിയിലുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനകത്ത് നോക്കാം. നോബഡി വിൽ ഹെൽപ്പ് മീ ടുമാറോ. നാളെ ആരും എന്നെ സഹായിക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ബൈ എനിവൺ ലാസ്റ്റ് ഉണ്ടാവും. കറക്റ്റ്. യെസ്. അപ്പൊ ഇത് രണ്ട് രീതി നമുക്ക് എഴുതാം. അല്ല, ഒരു രീതിയാണ് പറയുന്നത്. യെസ്. ഓക്കെ ആക്ച്വലി ഓക്കെ. ഒന്ന് നമുക്ക് എഴുതാം. ഐ ഷാൽ നോട്ട് ബി ഹെൽപ്ഡ് ടുമാറോ ബൈ എനിവൺ. നോ വൺ എന്നുള്ളത് മാറ്റി എനിവൺ ആക്കി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നോ വൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. ഇനി പാസീവ് വോയിസിൽ ഒരു നോട്ട് വേറെ ഉണ്ട്. അപ്പൊ അത് രണ്ട് നെഗറ്റീവ് വേർഡുകൾ ഒറ്റ സെൻസിൽ കയറി വരുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നോ വൺ എന്നുള്ളത് മാറ്റിയിട്ട് എനിവൺ ആക്കണം. യെസ്. അപ്പൊ ഐ ഷാൽ നോട്ട് ബി ഹെൽപ്ഡ് ടുമാറോ ബൈ എനിവൺ. ഇനി എനിവണിന് പകരം നോ വൺ വെച്ച് നമുക്ക് എഴുതാം. ആ നോ വൺ വെച്ച് എഴുതുകയാണെങ്കിൽ ആ ഷാൽ നോട്ടില്ലേ അല്ലെങ്കിൽ ആ നോട്ട് അങ്ങോട്ട് പ്രധാനം. അപ്പൊ എങ്ങനെ വരും? ഐ ഷാൽ ബി ഹെൽപ് ടുമാറോ ബൈ നോ വൺ. അങ്ങനെയും അത് എഴുതാം. രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. യെസ്. അടുത്തത് വേറെ മോഡല് വോട്ട്.
WON apostrophe T. What? Anybody, ANYBODY. Anybody, give him a chair. CHAIR, chair. Question mark. I will repeat the question. Won't anybody give him a chair? Yes. Yes, Tansia, good morning. സുബി ഇതിനൊരു വാക്ക് പോയിട്ടുണ്ട് ഒബ്ജക്റ്റ് പോയി ആ ഓക്കെ അത് എന്റെ ഇടയിൽ വന്നാൽ ശരി ഓക്കെ 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 ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് വിട്ടുപോയതായിരിക്കും യെസ് ആ ഓക്കെ നൈസി ആ ഡോണ്ട് അല്ല വോണ്ട് ആണ് WONT ആയിട്ട് ഡോണ്ട് അല്ല വോണ്ട് വിൽ നോട്ട് എന്നുള്ളത് കേട്ടാ ആ ഓക്കെ ദാൻസിയ ആ ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ആക്ച്വലി നിമ്മി ഇതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് പോയി ആ ഹിം അവിടെയല്ല വരാൻ അതാണ് ഒബ്ജക്റ്റ് ആർക്ക് അവന് അപ്പൊ ഇങ്ങോട്ട് മാറ്റി ഹി ആക്കണം യെസ് അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ വായിക്കാം ഇതിന്റെ ആൻസർ വോണ്ട് എനിബഡി ഗിവ് ഹിം എ ചെയർ എന്നുള്ളതാണ് ആ ഓക്കെ ഹീര അപ്പൊ ഇതിന്റെ ആൻസർ വോണ്ട് ഹി ബി given a chair by anybody. Yes, other. No one, and no, or anyone, no one will teach them, will teach, TEACH, teach them tomorrow. No one will teach them tomorrow. No one will teach them tomorrow. Okay, Sudhi. Okay, Dansia. Okay, Hira. Okay, Ashini. Yes. Ini. Okay, Nancy. Correct.
ഇനി ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തിട്ട് സിമ്പിൾ ഫ്യൂച്ചറിനെ അവസാനിപ്പിക്കാം. ഓക്കെ കുഞ്ഞു പറയട്ടെ. നെക്സ്റ്റ് വിച്ച് ഈസ് ദ ലാസ്റ്റ് വൺ. വാണ്ട് WON''T want anybody 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 question 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 the manager. Want anybody question the manager. Yes. Want anybody questions the manager. Question mark, right? അതെ സുരേഷ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ചോദ്യം അല്ല എന്നല്ല, അല്ലേ എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ആരംഭിക്കും. Okay, correct, Hira. Okay, nicely. Okay, Nimi. Yes. Okay, Sudhi. Correct. Yes. Okay, Ashiri. Okay, Vancia. Okay, മതിയപ്പോ. അപ്പൊ നമുക്ക് നടന്നിട്ടെ ബാക്കി അടുത്തൊരു ടെൻഷൻ കട്ടോസിനാണ്. യെസ്, ഞാനിപ്പോ വേറെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ശ്രീലക്ഷ്മി. ഓക്കെ ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഇന്നാരെങ്കിലും അതിലൂടെ കടക്കുന്നതിന് മുമ്പ് പാടാൻ താല്പര്യമുള്ളവരുണ്ടോ? ശ്രീലക്ഷ്മി. സാർ കഴിഞ്ഞ ക്ലാസ് എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മിപ്പിക്കണം. പറയൂ സുധി. എഡ്യൂക്കേഷൻ CBSE വേഴ്സസ് സ്റ്റേറ്റ് സിലബസ്. ഓക്കെ വെരി ഗുഡ്. CBSE വേഴ്സസ് സ്റ്റേറ്റ് സിലബസ്. ഓക്കെ, അപ്പൊ ആരാണ് തുടങ്ങി വെക്കുന്നത്? ഒരു കാര്യം ചെയ്തു, സ്മൃതി തന്നെ ആരംഭിച്ചോ. സ്മൃതി കഴിഞ്ഞു കഴിഞ്ഞാല് ഹീരയിലോട്ട് വരാം. I agree with the people who say CBSE is better. Yes. I studied in state syllabus, but I feel CBSE helps students learn in a clearer and smarter way. Yes. It's good for exams like NEET and JEE exams. Yes. Because it focuses more on understanding than just remembering. Yes. The lessons are easier to follow and Yes. more interesting. Yes. I learned a lot in the state syllabus and I am thankful for that. But Yes. if I had the choice, I would have chosen CBSE. Yes. I think it gives better chances for the future. Yes. Thank you, sir. Okay. If and you will give CBSE education to your children.
Okay. Yes, sir. Yes, very good, very good, very good. Okay, okay. About Suli told that she is a supporter of CBSE method of education. Okay, Hira, what do you think? Hira, I will come to Nimijos. Okay, sir. Yes, Then I agree with the CBSE syllabus because it helps approach learning and students build a strong academic foundation. yes, And when this promote overall development in the most benefit after +2 education. yes, It's CBSE is encourage critical thinking and practices knowledge and skill development like that. yes, It helps to competitive exam like a JEE, NEET, etc. yes, And also help communication skills. yes, And the then it also helps the practice to activities like that. yes, I agree with it. 100% CBSE is the best. yes. Okay, okay. But second person is also supporting CBSE. Okay, Yeah. Nimi, for you. Nimi, after Nimi, I will come to Srirashmi Devi. Okay. Nimi, what is your opinion about CBSE and state syllabus? Nimi, prepare ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Okay, let us wait. അപ്പോൾ ശ്രീലക്ഷ്മി പറയും. ശ്രീലക്ഷ്മിക്ക് ശേഷം I will come to Kunju. സാർ ഞാൻ നെക്സ്റ്റ് പറയാം. ഞാനും പ്രിപ്പയർഡ് ആയിട്ടില്ല. Yes, okay. Make it. Yes. Kunju, are you ready? Yes, sir. Yes, പറഞ്ഞോളൂ Kunju. I agree with CBSE, sir, as my son is in CBSE syllabus, Yes. studying in CBSE syllabus. It focuses on developing a strong foundation in Yes, various subjects. yes, As my son is weak in maths, they all focus in maths. In a week, yes, they make him to sit in a maths class. yes, If you go to the state syllabus, there is a little backward in focusing one students. yes, In CBSE, every student is made to work hard in every subject. yes, But in if we see in state syllabus, if a student is weak in a subject, they are not making the student to come up. yes, But in CBSE, for example, my student is weak in maths. yes, They are giving a one subject for him, one yes. period for him to learn. Oh, yes, very good, very good. Okay, 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 okay. That makes the difference in CBSE and state. Yes, But I'm not telling that it is bad or nothing. I'm not telling that because I have also studied state syllabus only. yes, But in Mumbai, yes, that varies here the state syllabus. yes. Okay, thank you, sir. Okay, very good, very good. Okay, Kunju, രസകരമായിട്ട് പറയും. Okay, 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 okay. Yes, thanks, yeah. Okay, that's yeah. Get relaxed. Okay, 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 okay. Actually, okay, 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 okay. Yes, actually, what is your opinion? ഞാൻ അടുത്തുള്ള പറയാം സാർ. അടുത്ത പ്രാവശ്യം പറയാം. Okay, okay, okay. നിമിഷ പാറു. Yes, നിമിഷ പാറു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കാം. ഗായത്രി, ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് സിലബസ് ആണോ അല്ലെങ്കിൽ CBSE സിലബസ് ആണോ നല്ലതെന്നാണ്. യെസ്, അപ്പൊ ഗായത്രിയുടെ അഭിപ്രായം എന്താണ്?
Gayatri, yes. What is your opinion about state syllabus and CBSE syllabus? ഗായത്രിയുടെ കുട്ടികളെ ഗായത്രി സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ CBSE സിലബസിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് വിഷയം. ഓക്കെ ഗായത്രി, നോ പ്രോബ്ലം. ഓക്കെ. ശ്രീലക്ഷ്മി, ഈ അവസാനത്താണ് ശ്രീലക്ഷ്മിയുടെ ആറി. ഓക്കെ, സാർ ഞാൻ അയച്ചില്ല. എന്തോ? ഞാൻ അയക്കില്ല. എനിക്കൊരു 5 മിനിറ്റ് കൂടി വേണം. 5 മിനിറ്റ് കൂടി വേണം. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചോദിച്ചു ശ്രീലക്ഷ്മി. അപ്പൊ ശ്രീലക്ഷ്മിയും നിമിഷയും കൂടി അടുത്ത ക്ലാസ്സിൽ പറയാൻ പറ്റുന്നല്ലേ? അപ്പൊ നിമിഷക്കും ഒരു ചാൻസ് കൊടുക്കാം. ശ്രീലക്ഷ്മി ഓക്കെ. അപ്പൊ നല്ലത് CBSE ആണോ സ്റ്റേറ്റ് ആണോ? ഓക്കെ ശരി. ഓക്കെ, ഐ വിൽ കം ടു ദാറ്റ്. യെസ്. അപ്പൊ ശ്രീലക്ഷ്മി അത് എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ശ്രീലക്ഷ്മി തന്നെ ഓർമ്മിപ്പിക്കാം. യെസ്. സാർ ഞാൻ ഓർമ്മിപ്പിക്കാം. പക്ഷേ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് മുന്നേ പറയാം. ഞാൻ അതത്ര നോക്കിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. വെരി ഗുഡ്. യെസ്. എന്തൊക്കെയാണെങ്കിലും CBSEക്ക് ഒരുപാട് കുഴപ്പങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ CBSEയോട് യോജിക്കുന്നതാണ്. കാരണം അതിനൊരു അടക്കം ചിട്ടയും കാര്യങ്ങളും പഠനത്തിൽ നിന്ന്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചർമാരെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരം ഒരു ടീച്ചർ ഉണ്ടാവില്ല. അതിൻ്റെ അകത്തൊരു പ്രശ്നമാണ് അതിൻ്റെ അകത്ത് എഫക്ട് ചെയ്യണ ഒരു കാര്യം. കാരണം മിക്ക മാനേജ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് ജസ്റ്റ് പാസ്ഡ് ആയിട്ടുള്ള ടീച്ചറെ കൂടുതൽ വയ്ക്കും. അത് ഏകദേശം 1-2 വർഷം നിൽക്കും, മാനേജ് കഴിയും, അതങ്ങനെ പോകും. പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ പഠിപ്പിക്കുന്ന അടുത്ത ടീച്ചറാണ്. അത് വേറൊരു ടെക്നിക്കായിരിക്കും, വേറൊരു മെത്തേഡ് ഓഫ് അപ്രോച്ച് ആയിരിക്കും വിഷയത്തോട് കാണുന്നത്. ഓരോ വിഷയമാണെങ്കിലും ഹൗ ടു അപ്രോച്ച് ഇറ്റ്. യെസ്, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അതാണ് അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ കാരണം പിന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ അത് CBSE കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതെ സാർ, എന്തായാലും ആഫ്റ്റർ +2 CBSE ആണ് നല്ലത്. കാരണം +2 കഴിഞ്ഞിട്ടാകുള്ള എഡ്യൂക്കേഷൻ അത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടാവും സ്റ്റേറ്റിനും CBSE. ഓക്കെ അത് കറക്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പോയിന്റ് പറയാൻ പോയി വിട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നത് CBSE അതിന് ഫൗണ്ടേഷൻ ഉണ്ട്, അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. സ്റ്റേറ്റ് സിലബസിലേക്ക് വരുമ്പോഴേ അവിടെ ഒരു നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത വരിക കുട്ടികൾക്ക്. യെസ്, ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് വെച്ചിട്ട് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു ട്രാക്കിലോട്ട് അവർ വരില്ല. ഓക്കെ നിമ്മി, നോ പ്രോബ്ലം. യെസ് നിമ്മി, നിമ്മിയുടെ കയ്യില് സ്റ്റേറ്റ് സിലബസിനെ കുറിച്ചോ അല്ലെങ്കിൽ CBSE സിലബസിനെ കുറിച്ചോ പറയാനായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ഉണ്ട് സാർ, കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പറയാം. CBSE is often preferred for students aiming for national or international competitive exam and career paths, while state boards offer a more located curriculum with a focus on regional languages and culture, better suiting students who plan to stay within their state. I like CBSE education because I studied CBSE till 3rd standard. യെസ് ഓക്കെ. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ള എല്ലാവരും CBSE കുറിച്ച് പറഞ്ഞ ആൾക്കാരാണ് അല്ലേ? യെസ്. അത് ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. ഞാൻ നേരത്തെ ഹീരന്റെ അകത്ത് ഒരു കമന്റ് പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനായിട്ട് പോയിട്ടുള്ള ഫിൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോയ നമ്മുടെ വിദ്യാഭ്യാസ ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഘം അവര് വന്നതിന് ശേഷം പറഞ്ഞിട്ടുള്ള. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ സ്റ്റാൻഡേർഡ് 1 to 9 പരീക്ഷയില്ല, നോ എക്സാമിനേഷൻ. പരീക്ഷ എന്ന് പറഞ്ഞ സംഗതിയില്ല അവിടെ. യെസ്, പരീക്ഷയില്ലാതെയാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അവർ നന്നായിട്ട് പഠിക്കുന്നു, വളരെ നല്ല രീതിയിലാണ്. 10th മാത്രമേ അവിടെ പരീക്ഷയുള്ളൂ. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയി അതൊക്കെ കണ്ടു വന്നിട്ടുള്ള ആളുകളോട് ഇവിടെ വന്നിട്ട് ചോദിച്ചു എന്താണ്
ആ സിസ്റ്റം ഇവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച്. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു കമന്റ് രസകരമാണ്. ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ ഇസ് എ ബെസ്റ്റ് ഫോം ഓഫ് എഡ്യൂക്കേഷൻ. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. യെസ്, പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നടപ്പിലാക്കാനായിട്ടുള്ള അത്രയും നമ്മുടെ നാടകങ്ങൾ വളർന്നിട്ടില്ല. യെസ്, ഒരുപക്ഷെ അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഇന്ന് രോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരുള്ളൂ. യെസ്, കാരണം അത് അവിടെ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് അവിടെ. യെസ്, പക്ഷെ ഏറ്റവും അധികം ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലം ഫിൻലാൻഡ് എന്ന് പറയുന്നത്. വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ ലോകത്തുള്ളത് ഫിൻലാൻഡിലാണ്. യെസ്, ഓക്കെ. പിന്നെ ബേസിക് ആയ ഒരു കാര്യം കൂടി ഞാൻ അത് പറയുമ്പോ, ചില കുട്ടികൾ, ചില മാതാപിതാക്കന്മാരൊക്കെ അവരുടെ മക്കളെ കുറിച്ച് പറയും അവര് പഠിക്കാൻ താല്പര്യമില്ല, അതിന്റെ പേരിൽ ഞാൻ പിന്നെ അത് നിർബന്ധിച്ചാൽ പറയും. ഞാൻ പറയണത് എന്നോട് എനിക്ക് യോജിപ്പില്ല. കാരണം കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയാവില്ല. അപ്പോ നമ്മൾ അവരെന്ത് ചെയ്യണം? അവരെ നമ്മൾ ഗൈഡ് ചെയ്യണം, അവരെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ഒരു പ്രായവും പക്വതയും എത്തിയതിനു ശേഷം അവർ എന്ത് തീരുമാനം വേണമെങ്കിൽ എടുത്തോട്ടെ, അത് നടപ്പിലാക്കിക്കോട്ടെ, അതിന്റെ കോൺസിക്വൻസ് അവർ തന്നെ അനുഭവിച്ചോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ കുട്ടികളായിരിക്കും നമ്മൾ അവരെ ഗൈഡ് ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം 70 വയസ്സുള്ള മന്ത്രി എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകും. പിന്നെയാണോ 10-11 വയസ്സുള്ള കുട്ടി എടുക്കുന്ന തീരുമാനം? അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഒരുപക്ഷെ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ അവന് തിരിഞ്ഞ് ചോദിക്കാം, എനിക്ക് ബുദ്ധി ഉറക്കാത്ത പ്രായത്തില് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു വിചാരിച്ചിട്ട് എന്നെ നിയന്ത്രിക്കേണ്ടത് അച്ഛനായിരുന്നില്ലേ അമ്മയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പൊ കുട്ടികളെ കൊണ്ട് കൺട്രോൾ ചെയ്യുക. തല്ലണമെന്നല്ല, ശിക്ഷണം നല്ലതാണ്. ശിക്ഷണം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കും, തല്ലണം എന്നുള്ള വാക്കല്ല, ശിക്ഷണം. ചിലപ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി. യെസ്, അപ്പൊ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ നേരെയാക്കുകയും വരും. യെസ്, ആ ഒരു ഇന്റിമസിയൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കിയെടുക്കും. ആ ഒരു തോന്നല്, ആ തോന്നലിൽ നമ്മൾ പിന്നെ ഈ പഠിക്കണം എന്ന് പറയുന്ന തോന്നല് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പഠിക്കണം എന്നുള്ള താല്പര്യം പോകും. അപ്പൊ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അത് ഇന്നതാണ്, ഇന്നത് കൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, ഓ അത് അങ്ങനെയാണല്ലേ, ഞാൻ ഇത്ര നാളത്തേക്ക് പിടിയിട്ടില്ല അല്ല, ആ അവരുടെ മുഖത്ത് പിന്നിൽ പറയുന്ന ഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആ വിഷയം അവൻ അറിയാൻ പാടില്ലാതിരിക്കുകയായിരുന്നു എന്നുള്ള കേസ്. യെസ്, ഏതോ സിനിമയില് സലീം കുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും കൂടി ശ്രദ്ധിക്കണം. അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. യെസ്, ആ കണ്ണുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതാണ് ഈ ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ്സിലാകുമ്പോൾ നല്ല അധ്യാപകരാണെങ്കിൽ അറിയാൻ പറ്റും. യെസ്, ദർ ഇസ് എ ഡിഫറൻസ്, വ്യത്യാസത്തെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്ക് വീണ് കിട്ടിയ ഒരു ക്ലാസ് ആയിരുന്നു. യെസ്, ഇനി അടുത്തൊരു വിഷയം ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞതാണെങ്കിൽ പറയാം. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? പറഞ്ഞതാണ് പറഞ്ഞതാ സാർ. പറഞ്ഞതാണ്. യെസ്, ഓക്കെ ഓക്കെ, അത് ഞാൻ അടുത്ത വിഷയം ഞാൻ അടുത്ത ദിവസം പറഞ്ഞോളാം. യെസ്, ഓക്കെ ഓക്കെ, ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഞാൻ തോന്നുന്നു നമ്മൾ ഒരു ദിവസം കുറച്ച് ഐക്കോണിക് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാൻ ഇപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം പറയാം, അത് പറഞ്ഞതാണെങ്കിൽ ആ സെക്ഷൻ ഒഴിവാക്കിയത്. ദ ഡാഷ് ടവർ ഓഫ് പീസ. ദ ഡാഷ് ടവർ ഓഫ് പീസ പറഞ്ഞിട്ടില്ല അല്ലെ? യെസ്, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ അതിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ ഇന്ന് പറയുന്ന വാചകങ്ങളെല്ലാം തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നിങ്ങൾ അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ആദ്യത്തെ ചോദ്യം, ദി ഡാഷ് ടവർ ഓഫ് പീസ, PISA,
ആ ഡാഷ് ഇട്ട സ്ഥലത്ത് പൂരിപ്പിക്കുക. The dash Tower of Pisa. Hira, Sudhi, Ashley. Hira, Sudhi, Ashley. Okay, മൂന്ന് പേർക്ക് ഞാൻ 1 പോയിന്റ് വെച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ലീനിങ് ടവർ ആണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണത്. ചെരിയുന്ന ഗോപുരം. യെസ് കേട്ടോ, ലീനിങ് ടവർ ഓഫ്. ഞാൻ ആ വാക്ക് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദിച്ചത്. അടുത്തത്, if at first you don't succeed, if at first you don't succeed, dash. അവിടെ നമുക്ക് ചേർക്കാവുന്ന വാചകം പറഞ്ഞു. ശ്രുതി, ഹീര, താൻസിയ. ശ്രുതി, ഹീര, താൻസിയ. ഓക്കെ, അവിടെ നമുക്ക് ചേർക്കാവുന്ന വാക്ക് ട്രൈ അഗെയിൻ. ട്രൈ 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 അഗെയിൻ. ചോദ്യം ഇതായിരുന്നു, ഇഫ് അറ്റ് ഫസ്റ്റ് യു ഡോണ്ട് സക്സീഡ്, ആദ്യം നിങ്ങൾ വിജയിച്ചില്ല എങ്കിൽ ട്രൈ 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 അഗെയിൻ. യെസ്. അടുത്തത് ഒരു GK ആണ്. Mount Dash is situated in Nepal. Ashili, Anjali, Tansiya. സർ ഇത് പറഞ്ഞിട്ടുള്ളതാ. അതെ, ആഷിലി, പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി, താൻസിയ. പറഞ്ഞല്ലോ. അതെ സർ, Okay. നേരത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അത് ഞാനത് മാറ്റുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ പറയുമ്പോൾ അതിലെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എസ് എന്നും രണ്ടാമത്തെ ലെറ്റർ ഇ എന്നുമാണ്. SE, എസ് സർവീസ്, ഇ എഡ്യൂക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ എസ്, സെക്കൻഡ് ലെറ്റർ ഇ. ഓക്കെ ശ്രുതി, ഇതും പറഞ്ഞതാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, എ പേഴ്സൺ എംപ്ലോയിഡ് ഇൻ എ ഹൗസ് ഓൺ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്. കുഞ്ഞു, താൻസിയ, താൻസിയ, ശ്രുതി. കുഞ്ഞു, താൻസിയ ആൻഡ് ശ്രുതി. ഓക്കെ, സെർവന്റ് ആണ്, സെൽഫ് അല്ല, സെർവന്റ്. ഓക്കെ, എ പേഴ്സൺ, ഒരു വ്യക്തി, എംപ്ലോയിഡ് ഇൻ എ ഹൗസ് ഫോർ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസിന് വേണ്ടി നമ്മൾ നിയോഗിക്കുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് സെർവന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഗ്രേറ്റ് ബോഡി ഓഫ് സാൾട്ട് വാട്ടർ ദാറ്റ് കവേഴ്സ് much of the earth. Nimi, Anjali, Kunju. Nimi, Anjali, and Kunju. Okay, the answer is C, Kadal. A great body of salt water that covers much of the earth. Okay, okay, okay. ഇനി ഞാൻ കുറച്ച് വേർഡുകൾ പറയുന്നു, നിങ്ങൾ അതിന്റെ കോമൺ നെയിം പറഞ്ഞാൽ മതി. സ്പ്രിംഗ്, കോമ, സമ്മർ, കോമ, ഓട്ടം, കോമ, വിന്റർ. ആഷ്ലി, അഞ്ജലി, ഹീര. Ashley, Anjali, and Hira. Okay, the answer is season. Yes, okay, okay. The answer പറയുന്നത് ഇത് പറഞ്ഞതാണോ? യെസ്. പക്ഷെ എൻ്റെ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ പറ്റി ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. ഇല്ലേ? യെസ്, ഓക്കെ, ഞാൻ ഒന്നുകൂടി ചോദിക്കാം, ഒന്നിനോട് ചോദിക്കാം. യെസ്,
ഇനി ഞാൻ പറയുന്നൊരു മീനിങ് ആണ്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയുന്നത്. ടു ലുക്ക് കെയർഫുള്ളി ഇൻ ആൻ എഫേർട്ട് ടു ഫൈൻഡ് സംതിങ്. To look carefully in an effort to find something. ആരും വന്നില്ലെങ്കിൽ നമുക്ക് തരാം. കറക്റ്റ് നോക്കട്ടെ ഹീര, ഞാൻ ഉദ്ദേശിച്ച വേണ്ടതല്ല. അഞ്ജലി, യു ആർ റൈറ്റ്. അഞ്ജലി, ദാൻസിയ, ശ്രുതി. അഞ്ജലി, ദാൻസിയ, ശ്രുതി. സെർച്ച് തിരയുക. യെസ്, ഓക്കെ ഓക്കെ. സീക്ക് അന്വേഷിക്കാവുന്നതാണ് സെർച്ച്. അടുത്തത് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ്. ശ്രുതി, ഹീര, ദാൻസിയ. ശ്രുതി, ഹീര and Dancia. Is the correct answer. Between first and third, that is second. Is the correct answer. Yes. അടുത്തത് ഒരു മീനിങ് ആണ് പറയുന്നത്. കറക്റ്റ് എന്നുള്ളതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. കെയർഫുള്ളി ചൂസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ്. കെയർഫുള്ളി ചൂസ് from given options. Anjali, Dancia, Kunju. Anjali, Dancia, Kunju. Yes, the answer is Sudhi. Okay, okay. Yes. Okay, okay. Sudhi, but you know, select that. Select. Now options on the select here. Carefully choose from the given options. അടുത്ത ഒരു മീനിങ് ആണ്, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയും. ബീയിങ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് വൺസെൽഫ്. ബീയിങ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് വൺസെൽഫ്. ഓ, ശ്രുതി കറക്റ്റ് ആൻസർ ആണ്. ഞാൻ അന്വേഷിച്ചു. ശ്രുതി, ദാൻസിയ, അഞ്ജലി. Sudhi, Dancia and Anjali. Yes, selfish ആണ്. ഞാൻ ചോദ്യം എന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫിൽ ചെയ്യും, ഒന്നുകൂടി പറയുന്നത്. ബീയിങ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് വൺസെൽഫ്, ഹാവിങ് നോ റിഗാർഡ് ഫോർ അതേഴ്സ്. ഓക്കെ ഹീര. ഓക്കെ 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 ഓക്കെ. യെസ് യെസ്, പഠിച്ചിട്ടുണ്ട് ഹീര. യെസ്, അതാണ് സെൽഫിഷ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തും വളരെ ഈസിയാണ്. എ മാച്ച് ജസ്റ്റ് ബിഫോർ ദ ഫൈനൽ. എ മാച്ച്. ഓക്കെ. ശ്രുതി ആദ്യം പറഞ്ഞ ആരാണ്? അഞ്ജലിയാണ്. ശ്രുതി കൂടാണ്ട് പിന്നെ ആരൊക്കെയുണ്ട്? നിമ്മി, Anjali, Dancia. Okay. Yes, Kunju. Yes. Okay, okay, okay. അതാണ് സെമി ഫൈനൽ. സെമി ഫൈനൽ. യെസ്. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. സാർ, ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. എനിക്ക് പറയാൻ അവസരമുണ്ടോ? എന്നാ പറഞ്ഞോളൂ. സാർ ഇത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സാർ എടുത്തോ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പ്രിപ്പയർഡ് ആയി? ഞാൻ കുറച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. In state or versus CBSE was far of difference in their own qualities. Yes. In my concept, each plays equal role in education. Oh yes. Okay, 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 okay.
because the financial stability of families choosing the syllabus, not the benefits. Yes. CBSE has its own quality to mold a good generation, speaking skill, communication skill, language, knowledge, etc. Yes. But never forget that all the successful persons not from CBSE. Yes. In shortly, that I believe syllabus is not determined success or opportunities. Yes. Fine, sir. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. ശ്രീലക്ഷ്മി കുഴപ്പമില്ല, നല്ലൊരു വേറിട്ട ചിന്തയുടെ വന്നത്. ഓക്കെ 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 ഓക്കെ. എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. CBSE നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ നല്ലതാണ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു കുട്ടികളെ ചെറുപ്പം തൊട്ട് തന്നെ എല്ലാ ലാംഗ്വേജസിലും അവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരും ഈ ഇന്ത്യയിലുണ്ട്. ഹൗ ടു ബി അഫോർഡ് എൻ എഡ്യൂക്കേഷൻ. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെലവ് കൂടിയ സംഗതിയാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ആക്ച്വലി അല്ല ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പൊ ഞാൻ പോയിന്റ് പറയാം. നിമ്മി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആക്ച്വലി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, കുഞ്ചു 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അഞ്ജലി 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഹീര 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രുതി 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രുതി 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, താൻസിയക്കും 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അശ്വിനി പറഞ്ഞോളൂ. അശ്വിനി. Sir, I agree with CBSE. Yes, because it is a national level education board. It is a uniform and standard syllabus. Yes. The children knows better knowledge and they follow systematic ways. Yes. They guide the students to practice or to competitive the exams like NEET JEE exams like. Yes. They can easy to catch the languages when they are moved to their higher studies. Yes. അത്രേ ഉള്ളൂ. Very good, very good. Okay, okay, Ashley, you stick on your own point. Yes, very good, very good, very good. Yes. So, വീണ കിട്ടിയ അവസരമായിട്ട് ഓക്കെ. സമയമുണ്ട് സാറേ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെല്ലാം. ഞാൻ വിചാരിച്ചു പാട്ട് മാത്രം കയ്യിലുള്ളത്. യെസ്, പോരട്ടെ. യെസ്. വിനോദ് പോക്കോളി രചിച്ച ഒരു ചെറിയ കവിതയാ കാട്ടുപൂ എന്ന് പറഞ്ഞ കവിത. ഓക്കെ, പറയൂ. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ, കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ, പൂജിക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ, മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ, വിടരും മുമ്പേ ഒഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ, ഇഷ്ടമാണിന്നു ഞാൻ ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിന്നിലെത്തിടുമ്പോൾ, നിന്റെ കൊലുസിന്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു, പറയാതെ അറിയാതെ പോയിടുന്നു, ഇഷ്ടമില്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ
വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. താങ്ക് യു. ഓ നിമ്മി സൂപ്പർ ആയിട്ടുണ്ട്. അത് തൊടുക്കൊക്കെ നല്ല രസകരമായിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതെ, ഫീൽ ചെയ്ത് പാടുമ്പോഴാണ് ഇതിന്റെ അകത്ത് നമുക്ക് ഇതിന്റെ വരികൾക്ക് കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഹൃദയത്തിലേക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ നിമ്മി. എന്റെ മോൾക്ക് ഇത് ഉപജില്ല സ്കൂളിൽ ഫസ്റ്റ് കിട്ടി. അത് ഉപജില്ലയിൽ പിന്നെ വേറൊരു പാട്ട് അവള് പാടിയത് പാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ട്. അതിട്ട് സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവലിൽ അവൾക്ക് ഫസ്റ്റ് ഗ്രേഡ് കിട്ടിയായിരുന്നു. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അല്ലേ, ശ്രീലക്ഷ്മി എഴുതി കാണിച്ചല്ലോ ഇഷ്ടപ്പെട്ട വരികളെന്ന്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ യെസ്, ഓക്കെ ശ്രീലക്ഷ്മി. യെസ്, ഓക്കെ. ഇനി നിങ്ങളുടെ കഴിവുകളുണ്ടെങ്കിൽ ഇപ്പൊ ആരും പറയാതെ നിമ്മി ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ പാടാം. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയട്ടെ. യെസ്, ഞങ്ങൾ ഉള്ളവർ അത് ശ്രദ്ധിക്കും. വി ആർ ഓഡിയൻസ്. ഓക്കെ, ഒരിക്കൽ കൂടി നിമ്മിക്ക് നന്ദി പറയുന്നു. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, എപ്പോഴാണ് വേണ്ടത് ശ്രീലക്ഷ്മിക്ക് അവസരം? അടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇപ്പൊ 34 ആയി. അപ്പൊ അവിടെ അടുത്ത ടീച്ചർ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വി വിൽ മീറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈം.